Hi, welcome to Digi's. Do you want to take a photo for this side too? We'll take one. Henna tattoos. Right now, രാത്രി എന്താ പറയുക കറങ്ങണ ടൈപ്പ് ഡിഷ് 2, 3 ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെലിസ് സിറ്റീനെ കുറിച്ചാണ്. ബെലിസ് സിറ്റി എന്ന് പറയുന്ന ഒരു ഐലൻഡ്, അതൊരു വേൾഡ് വാർ 2 നടന്ന ഒരു സംഭവം. ഇവിടെ ഒരുപാട് ലെജൻസ് ഉള്ള നാടുകളാണ്. അപ്പോൾ ഇപ്പോഴും ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, വളർന്നു വരുന്ന തലമുറകൾ ഇപ്പോഴും അവർ ചെറിയ എന്താ പറയുക സംഭവങ്ങളൊക്കെ ചെയ്ത്, ചെറിയൊരു ദ്വീപാണ്. ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഐലൻഡ്. ആ ഐലൻഡിൽ നടക്കുന്ന സംഭവങ്ങൾ, ചെറിയ കാഴ്ചകൾ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് ഈ ബെലിസ് സിറ്റിയിൽ. US-ആയിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് ശരിക്കും പറഞ്ഞാൽ. സോ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണാൻ പോണ്. അപ്പോൾ ഈ ഷിപ്പ് യാർഡിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോർട്ട് ഇല്ലാത്ത കാരണം നമ്മുടെ ഷിപ്പ് ഏകദേശം ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്യണം. അതായത് ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോൾ ഞങ്ങൾക്ക് ക്രൂവിന് ഒരുപാട് സമയമില്ലാത്ത കാരണം, ഒരുപാട് പാസഞ്ചറുള്ള കാരണം ഒരുപാട് സമയമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച് സംസാരിച്ച് ഇറങ്ങി വന്നേക്കുന്നതാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോട്ടിനകത്ത് വരുമ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പോകുന്നത്, എവിടേക്കാണ് പോകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ പാസഞ്ചേഴ്സാണ് ഈ കാണുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈഫൈയും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. എല്ലാം എന്താ പറയുക, ഭയങ്കര സ്പീഡുള്ള വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. Henna tattoos. How much for this? This one? Yeah, small like that. 20. $20. How many minutes it may take? Like 5 minutes. 5 minutes? Henna tattoos. ഈ ഒരു കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണാണ്. കടയ്ക്ക് ഡോറും ഇതൊന്നുമില്ല. നമ്മൾ നേരിട്ട് വരുന്നു, മുടി ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ ടാറ്റോ അടിക്കാനോ വന്ന് ചെയ്ത് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് അടക്കില്ലാന്ന് തോന്നുന്നു. അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ടൊക്കെ ഉണ്ട്. രാത്രി എന്താ പറയുക കറങ്ങണ ടൈപ്പ് ടീഷർട്ട്. Hi, welcome to Digi's. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടിയാണിത്. ബട്ട് ഇവിടെ നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ. ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നടന്നു പോയിട്ട് എല്ലാം കണ്ടുവരാവുന്ന സ്ഥലം അത്രയും ഉള്ളൂ. ഇത് ഇവിടുത്തെ ബെലിസ് എന്ന് എഴുതിയിട്ടുള്ള മെയിൻ അട്രാക്ഷനാണ്. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ബിൽഡിങ്സും. പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ് ഉടുമ്പിനെയും വലിയ പക്ഷിനെയും. പിന്നെ ഇത് മെയിനായിട്ടുള്ള അവരുടെ വീട്, ചെറിയ ഷോപ്പുകൾ. രസമാണ് കണ്ടിരിക്കാൻ. ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽക്കാരനാണോ എന്നൊരു ചോദ്യം എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവർ ചാനൽ അന്വേഷിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയില്ലാണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി താങ്ക് യു ഫോർ ദിസ് പീപ്പിൾ, ദോസ് ഹു ആർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ എം റിയലി താങ്ക് യു ടു ഓൾ, ഈച്ച് വൺ ഓഫ് ദം. എവിടെ പോകണമെങ്കിലും, ഏത് രാജ്യത്ത് പോകണമെങ്കിലും അവർ ഇപ്പം നമ്മൾ ഷൂട്ടിനെ കാണുമ്പോൾ നമ്മുടെ ചാനൽ കണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാണ്ട് തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലാണോ, എവിടെ നിന്നാണ്, ഏതാണ് സ്ഥലം, രാജ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യ നമ്മളെക്കുറിച്ച് അറിയാനുള്ള അവർക്ക് ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെയാണ്.
ഇത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ബിൽഡിങ്, അവിടെ ബാങ്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ബിൽഡിങ്ങിന് കുറച്ചും കൂടി നല്ലതായിട്ട് ഞാനിവിടെ ഈ ഭാഗത്ത് കണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ചെറിയ ഒരു കൊച്ചിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു പ്രതിനിധിയാണ് ഇവിടെ. പല രാജ്യത്തിൻ്റെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സിൻ്റെ വണ്ടി എന്നല്ല, ഇതൊക്കെ ടൂർ പോകുന്ന വണ്ടികളാണ്. ഒരു ആൾക്കാർ നിസ്സാര പൈസ ഉള്ളൂ, $10 $15 വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. ഇവിടെ ടൂറ് പോണ വണ്ടിയാണിത്. ഇവിടുത്തെ ടൂറ് $10 $15 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതിനകത്ത് ടൂർ പോകാനൊക്കെ. ഇത് ബെൽസിറ്റിയിലത്തെ ചെറിയൊരു ബീച്ച്, ലോക്കൽ ബീച്ചാണ്. വെള്ളം അത്രയ്ക്ക് അത് ഇത് ഇല്ല കേട്ടോ. തീരെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലിക്കാരൻ ഇങ്ങനെ പോകണമുണ്ട്. അപ്പോൾ ഇനി ആ ഫാമിലിനെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആശാൻ ഒരു വിടലും വിടും. വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പോലീസുകാരിനെയാണ്. പോലീസുകാരിയും അവിടുത്തെ ഒരു ഗൈഡ്. So it's going to be extremely hot, mostly heat. So Yeah, it's gonna get humid. When it will change? Like say in November, December. November. Yeah. So until November it's very Or hot. October. Yeah. Very hot. How about But the raining? hurricane season is start from June to November. our wet season, like we will say a hurricane season, June to November. Yeah, when we okay, start okay. getting a lot of rain. Yeah, last time I came 2 months before I came here. Also hot, very hot. Yeah, around this time it's very humid. Yeah. And humidity is very high. It is. Yeah. So the beach is Kukumba Beach. Kukumba? But, yeah. We us local we call it Old Belize. Okay, Old Belize. Kukumba Beach. ഇവിടെ വന്ന് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ എന്തൊരു ഇതാണെന്നറിയോ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബറാന്ന് പറഞ്ഞിട്ടും അവർ ഒരു പോലീസുകാരെയാണെങ്കിലും അവരെന്തോ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഈവൻ ആ ഗൈഡാണെങ്കിലും ആള് എനിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനും എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ച് നമുക്ക് വേണ്ടിയിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ് അവർ. നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഫോറിനേഴ്സിനെ കാണുമ്പോൾ എങ്ങനെയാണോ ഫ്രണ്ട്ലിയാണ്, അതുപോലെ തന്നെ ഇവരും അത്രയും ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതാക്കി. ആളും എൻ്റെ നമ്പർ വാങ്ങിച്ചു. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ത് സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ഒരു എന്നെ വെൽക്കം ചെയ്തെന്ന് പറയും. ആ ചെറിയൊരു ഷോപ്പിൽ നിന്ന് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ യൂട്യൂബറാന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അവരൊരു എന്താ പറയുക പരിഗണന എനിക്ക് തോന്നുന്നു. കാരണം അവർക്കും അവരെക്കുറിച്ച് അവരുടെ നാടിനെ കുറിച്ച് പല ഇതിലും പറഞ്ഞ് ഇതാക്കണമെന്ന് അവർക്കും അവരൊരു ഗൈഡാണ്. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ട് പിള്ളേര് സ്പൂണില് മറ്റേ നാരങ്ങ വെച്ച് കളിക്കരുത്. നല്ല രസമുണ്ട് കളി. ഇത് ബെൽസിൻ്റെ ഭാവി തലമുറകളാണ്. ഇത് അവരുടെ ക്ലബ്ബിൽ കളിക്കുന്ന പിള്ളേർ. അവർ ഫുട്ബോളും കാര്യങ്ങളും എല്ലാ പരിപാടി ഉണ്ട്. ഞാൻ വിചാരിച്ചേക്കണം നമ്മുടെ നാട്ടിൽ മാത്രമായി ഈ സ്പൂണിൽ നാരങ്ങയും കോയിലൊക്കെ വെച്ചിട്ടുള്ള കളികൾ വന്നാൽ. പക്ഷെ ഇവിടെ വന്ന് ഈ കളി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ ഈ കളി മുഴുവനും കണ്ടു തന്നു. ഇവരുടെ ചാട്ടവും വടംവലിയും പിന്നെന്താ പറയുക ഈ സ്പൂണിൽ ഈ നാരങ്ങ വെച്ചിട്ടുള്ള ചാട്ടവും ഓട്ടവും പരിപാടിയൊക്കെ പിള്ളേരുടെ രസമായിരുന്നു. നാട്ടിൽ നമ്മൾ ഓണത്തിന് ഇതിനൊക്കെ കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു മൈൻഡിലേക്ക് ഞാൻ പോയി ഇവരുടെ കൂടെ. പുള്ളിക്കാരുടെ സന്തോഷം എന്നൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ചണ്ടേ. ഇതിൻ്റെ രസം അതല്ല, ഈ ചെറിയ പിള്ളേരുടെ കൂടെ വലിയ ചാട്ടന്മാരും അവരുടെ ക്ലബിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെറിയ അലമ്പുകളൊക്കെ ഉണ്ടാക്കി എൻ്റെ ഒപ്പം ചിരിച്ചിരിച്ചും മണ്ണെത്തി ഇവരുടെ കളികളും പരിപാടി കണ്ടിട്ട് എന്ത് രസമാണെന്ന് പറയുന്നത്. ആ മുടി വളർത്തിയ ആളുടെ നാരങ്ങ ശരിക്കും ചാടും പോയി. അപ്പം ആള് ചുട്ടലമ്പുണ്ടാക്കുക. അതാണ് അവിടെ അങ്ങോട്ട് നിന്ന് ബഹളം ഉണ്ടാക്കുന്നത്. വെരി സ്മാർട്ട്. ഫസ്റ്റത്തെ വലിക്കുന്ന അയാളൊറ്റയ്ക്കായിരുന്നു. പിള്ളേർ ഒറ്റയടിക്ക് ആളെ വലിച്ചു നിർത്തി. എന്നിട്ട് ആൾ സമ്മതിച്ചിട്ട് രണ്ടാമതും വടംവലി വെക്കുക ചെയ്തത്. അത് ഒറ്റയടിക്ക് അയാൾ തീർത്തു. പിള്ളേർ അടിപൊളിയാട്ടോ.
ലുക്ക് അറ്റ് ദ ഹാപ്പിനെസ്, ലുക്ക് അറ്റ് ദ ഫേസ്. അവരുടെ എന്ത് സന്തോഷം നോക്കിയാൽ അവരുടെ മുഖത്ത് എല്ലാവരും കൂടി പിടിച്ച് വലിക്കുന്നു, ചുറ്റി മരിച്ചു വലിക്കണേ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാട് ശരിക്കും ഓർമ്മ വരുന്നുണ്ട്, ശരിക്കും മിസ് ചെയ്യേണ്ട നാട്. ശ്രീ ഞാനിങ്ങനെ ഷൂട്ടിന് കണ്ടപ്പോൾ അവർ ചോദിച്ചു എന്താ ഇവിടുന്നൊക്കെ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ പിള്ളേരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ സമ്മതിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിംഗ് ആണത്. അപ്പോൾ എല്ലാവരും കൂടെ നിർത്തി ഞാൻ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. When I say hi, everybody say like this. Hey, okay? Thumbs up, okay? 1, 2, 3. Are we in here? 2, 3. Leaders of tomorrow! Leaders of tomorrow! Leaders of tomorrow! Leaders of tomorrow! Hi, you were looking at our boys and girls. It's the name of our club is the Leaders of Tomorrow Boys and Girls Club. They are involved in football. We were supposed to go to the beautiful Keycocker today, but because we had some rain, it was postponed. So we decided to bring them out here to have a little fun, playing different activities. But every Sunday, we take them out at the Raccoon Street Sandfield, where they play against each other football. So they're enjoying themselves, as you can see. Yes, I can see that. And we're happy to, be engaged with them. This is a non-profit organization, so we just have the kids in our area and our neighborhood. We have them in school works and all, and type of stuff during the summer. So we take them on trips, we give them food. സോ ഇതവരുടെ പേരൻസാണ്, അവരാണ് നമ്മളോട് സംസാരിച്ച് ലീഡേഴ്സ് ഓഫ് ടുമോറോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് അവർ ഫുട്ബോൾ കളിക്കുന്നു, പിന്നെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ ഭാവിയിൽ അവർ നല്ലൊരു കളിക്കാർ അല്ലെങ്കിൽ നല്ലൊരു ആൾക്കാരായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ഫുൾ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടിയിട്ട്. സോ മഴ പെയ്ത കാരണം അവർക്കിന്ന് മാച്ച് ഉണ്ടായിരുന്നു. മഴ പെയ്ത കാരണം അവർക്ക് കളിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. നല്ല മഴയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. ഇപ്പം നല്ല വെയിലുണ്ട്, പക്ഷേ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഓക്കെ, ദെൻ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. Thanks to Bellis family, thanks to all dears.